വർഷങ്ങളായുള്ള എറണാകുളം കൊറുങ്കോട്ട് ദ്വീപുകാരുടെ സ്വപ്നമാണ് ദ്വീപിലേക്കൊരു പാലം. എന്നാൽ മാറി മാറി വന്ന സർക്കാരുകൾ പാലം നിർമ്മിക്കാമെന്ന് വാഗ്ദാനം നൽകുകയല്ലാതെ നടപടി സ്വീകരിക്കുന്നില്ല എന്നതാണ് നാട്ടുകാരുടെ പരാതി. ആ കാണുന്നതാണ് കൊറുങ്കോട്ട് ദ്വീപ്. 90 മീറ്റർ പോലും ദൂരമില്ലാഞ്ഞിട്ടും ഇനിയും ഇവിടെ പാലം വരാൻ വൈകുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെയുള്ളവർക്കും ചിലത് പറയാനുണ്ട്. കേൾക്കാം. ഈ ദ്വീപിലുള്ളവർക്ക് അക്കരെ എത്തണമെങ്കിൽ തോണി തുഴഞ്ഞു പോകണം. പഞ്ചായത്ത് അനുവദിച്ച ഒരു ബോട്ട് മാത്രമാണ് ഇവരുടെ ഏക ആശ്രയം. ഞങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജന്മം തുടങ്ങി ഞങ്ങൾ പെറ്റി ഇവിടെ പിറന്നപ്പോൾ തുടങ്ങി ഞങ്ങൾ വഞ്ചി ഇങ്ങനെ തുഴഞ്ഞാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഈ മിഷ്യൻ കിട്ടിയത്. ഇപ്പോഴും ഈ മിഷ്യൻ കേടാണ്. ഇവിടെ നിന്ന് പല സ്ഥലങ്ങളിലൊക്കെ ഒരേ പാലം പോയിട്ടുണ്ട്. കുറുങ്കട്ടക്കാർക്ക് മാത്രം പാലയില്ല. കുറുങ്കട്ടക്കാർക്ക് അതാണ് പറഞ്ഞത്, നട്ടപ്പോഴും ഒരു കൊട്ട, പറിച്ചപ്പോഴും ഒരു കൊട്ട. പുഴയും കരയും ഒരുപോലെ. ഞങ്ങളുടെ പേരുടെ ചുറ്റിനൊക്കെ ഇല്ലേ വന്ന് നോക്കിക്കഴിഞ്ഞാൽ സങ്കടം വരും. സർക്കാർ പാലം നിർമ്മിക്കും എന്ന വാഗ്ദാനം നൽകുന്നതല്ലാതെ നിർമ്മാണം തുടങ്ങുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ജോലിക്ക് പോകുന്നവരും സ്കൂളിൽ പോകുന്ന കുട്ടികളും എല്ലാം ആശ്രയിക്കുന്നത് പഞ്ചായത്ത് ബോട്ടാണ്. ബോട്ടിന്റെ എഞ്ചിനാകട്ടെ പണിമുടക്കിയ നിലയിലും. എഞ്ചിൻ പ്രവർത്തിക്കാത്തതിനാൽ കുട്ടികൾ സ്കൂളിൽ പലപ്പോഴും വൈകിയാണ് എത്തുന്നത്. നമ്മളെ ഏക ആശ്രയം എന്ന് പറയുന്നത് ഈ കടുത്തു വഞ്ചിയാണ്. ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങോട്ട് പോരാൻ ഒരു മാർഗമില്ല. അപ്പോൾ ആകെയുള്ളത് ഈ ഒരു കടുത്തു വഞ്ചിയാണ്. ഞങ്ങളെല്ലാവരും കൂലിപ്പണിക്കാരാണ്. അപ്പോൾ നമ്മളാരും പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പരാതി ഉന്നയിച്ചിട്ടും സമരം നടത്തിയിട്ടും ഒന്നും പരിഹാരമില്ല. പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവരായതിനാലാണ് തങ്ങളോട് ഈ അവഗണന എന്നാണ് ദ്വീപുകാരുടെ ആരോപണം. എൻ്റെ ചെറുപ്പം മുതൽ ഇവിടെ പാലത്തിന് വേണ്ടി ഇവിടുത്തെ കാരണന്മാർ പ്രയത്നിച്ചിട്ടുള്ളതാണ്. അത് വെറുതെ നിന്നിട്ടില്ല. പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെയും ഞങ്ങൾക്ക് പാലം വന്നിട്ടില്ല. 10-60 കൊല്ലമായി. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറേ സമരങ്ങൾ ചെയ്തു. ഭരിക്കണ ആൾക്കാർ വരെ ഇപ്പോൾ ഭരണം വരെ ഞങ്ങൾക്ക് ഇപ്പോഴും വന്നിട്ടില്ല പാലത്തിൻ്റെ. ഇനിയും ഇപ്പോഴൊന്നും പെട്ടെന്ന് വരികയുമില്ല. 93 കുടുംബങ്ങളാണ് ഈ ദ്വീപിലുള്ളത്. തലമുറകളായി ഇവിടെ കഴിയുന്നവരാണിവർ. മുൻതലമുറയുടെ സമരത്തിന്റെയും പരാതികളുടെയും പ്രതിഷേധങ്ങളുടെയും ഫലമായാണ് ദ്വീപിൽ വൈദ്യുതി കണക്ഷൻ ലഭിച്ചത്. എന്നാൽ അതല്ലാതെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മറ്റൊരു സഹായവും കിട്ടിയിട്ടില്ലെന്ന് ഇവർ പറയുന്നു. പാലത്തിനായി 3.25 കോടി രൂപ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നാണ് അധികൃതരുടെ വാദം. പതിവ് പോലെ അതും വെള്ളത്തിൽ വരച്ച വരയാകുമോ എന്ന ആശങ്കയാണ് ഇവർക്ക്. അത് അവരുടെ പോക്കറ്റിലുണ്ടാവും. അല്ല, അവരെ അനുവദിച്ചെടുത്ത ആൾക്കാരുടെ പോക്കറ്റിലുണ്ടാവും. അത് അവർക്ക് ആവശ്യത്തിന്, ഞങ്ങളുടെ ആവശ്യത്തിനല്ലല്ലോ. ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വാർഡിന് കിട്ടുന്ന വികസന പ്രവർത്തനങ്ങളായിട്ടുള്ള ഒരു ആനുകൂല്യങ്ങളും വർഷങ്ങളായിട്ട് ഇവിടെ കിട്ടുന്നില്ല. പുതിയ റോഡുകൾ, വഴി സംവിധാനങ്ങൾ കണ്ടെത്താനുള്ള ഒരു സംവിധാനം ഇവിടെ പഞ്ചായത്ത്, പ്രാദേശിക തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന നിലയ്ക്ക് പഞ്ചായത്ത് അത് ഏറ്റെടുത്ത് ചെയ്യുന്നില്ല. പതിറ്റാണ്ടുകളായി കുറങ്കോട്ട് ദ്വീപുകാരുടെ ഏക ആവശ്യമാണ് ഒരു പാലം. ആശുപത്രിയിലേക്ക് ഇവർ എങ്ങനെ പോകും എന്ന ആശങ്ക ഒഴിയണം. തുരുത്തിലേക്ക് സ്വന്തം വാഹനങ്ങൾ ഈ നാട്ടുകാർക്ക് എത്തിക്കാനാകണം. തഴയപ്പെട്ട ഒരു സമൂഹത്തിന്റെ ശബ്ദമാണ് നാം കേട്ടത്. ഇനിയും ഇവരെ കണ്ടില്ലെന്ന് നടിക്കരുത്. ക്യാമറമാൻ ഖജാ ഹുസൈനൊപ്പം സാന്ദ്ര സേനൻ, ന്യൂസ് മലയാളം, കൊച്ചി.